സഹൃദയരെ, എല്ലാ പ്രേക്ഷകർക്കും ട്രിപ്പ് ഓഫ് കേരളയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ദേശീയപാത 66-ന്റെ നിർമ്മാണ പുരോഗതിയുടെ 68ാമത് വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ വരെയുള്ള വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഇന്ന് ചേരാനല്ലൂർ മുതൽ ലുലു മാള് സ്ഥിതി ചെയ്യുന്ന എടപ്പള്ളി ഓവർബ്രിഡ്ജ് വരെയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളെക്കുറിച്ച് മൊത്തത്തിൽ നമ്മൾ ഒരവലോകനം ചെയ്യുമ്പോൾ നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്ത റീച്ചുകളിൽ നിന്നൊക്കെ വിഭിന്നമായിക്കൊണ്ട് കാര്യമായി ഒരു 10% പോലും പ്രവൃത്തികൾ നടക്കാത്ത പ്രദേശമാണ് എന്ന് ആമുഖമായി തന്നെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ ചിലയിടങ്ങളിലൊക്കെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് മരങ്ങൾ വെട്ടി നീക്കിയിട്ടും കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയിട്ടും അവിടെ ഗ്രൗണ്ട് ക്ലിയറിംഗ് വർക്കുകൾ ചെയ്തു വച്ചിട്ടുണ്ട് എന്നതൊഴിച്ചാൽ മറ്റു തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ ഈ പ്രദേശങ്ങളിൽ നടക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരു പ്രദേശം ഷൂട്ട് ചെയ്ത് വീഡിയോയിൽ കാണിക്കുന്നത് എന്ന് സ്വാഭാവികമായും പ്രേക്ഷകർക്കൊരു സംശയമുണ്ടാവും. നമ്മൾ ഈ NH പ്രവൃത്തിയുടെ ഒരു തുടർ വീഡിയോ ആണ് നമ്മൾ ഇതുവരെ ഷൂട്ട് ചെയ്ത് പോന്നിട്ടുള്ളത്. അഥവാ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശ്ശൂർ ജില്ലകൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇപ്പോൾ എറണാകുളം ജില്ലയിൽ എത്തിയിട്ടുള്ളത്. എറണാകുളം ജില്ലയിലെ പ്രവൃത്തികളുടെ 1ാം ഘട്ടത്തിലാണ്, അല്ലെങ്കിൽ ആദ്യഘട്ടത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളുടെ എല്ലാ ഘട്ടങ്ങളും നമ്മൾ വീഡിയോകളിൽ തുടർന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് ഇവിടുത്തെ മറ്റുള്ള അപ്ഡേഷനുകളൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു പുതിയ ഒരു ദേശീയപാത വരുമ്പോൾ നമ്മുടെ നാട് മുമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാനും നമ്മുടെ നാടിൻ്റെ ആ ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകൾ നമുക്ക് അയവിറക്കാൻ കൂടി നമുക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് അപകടമായി തന്നെ പറയുന്നത്, ഇതിൽ കാര്യമായ റോഡ് പ്രവർത്തികളൊന്നും തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ചേരാനല്ലൂർ മുതൽ എടപ്പള്ളി ലുലുമാൾ വരെയുള്ള പ്രദേശത്തിൻ്റെ ആകാശ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് കാണാമെന്ന് മാത്രമാണ് ഞങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളോട് ഓഫർ ചെയ്യുന്നത്. റോഡ് വർക്കുകൾ മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് കാണുന്ന പ്രേക്ഷകരാണ് എങ്കിൽ അവരുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തരുത് എന്നതുകൊണ്ടാണ് ആമുഖമായി തന്നെ ഇതിൽ കാര്യമായിട്ട് റോഡ് പണിയൊന്നുമില്ല എന്നും ചേരാനല്ലൂർ മുതൽ എടപ്പള്ളി വരെയുള്ള കൊച്ചിയിലെ നമ്മുടെ ദേശീയപാതയുടെ ആകാശ ദൃശ്യങ്ങൾ മാത്രമേ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
കൊച്ചിയിലെ ലുലു മാൾ സ്ഥിതി ചെയ്യുന്ന എടപ്പള്ളി ഫ്ലൈ ഓവറിനടുത്തുള്ള പ്രദേശത്തോടുകൂടി ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുന്നതാണ്. എടപ്പള്ളി ഫ്ലൈ ഓവറിൻ്റെ അവിടെ ഏത് രീതിയിലുള്ള നിർമ്മാണമാണ് ദേശീയപാത അതോറിറ്റി കൊണ്ടുവരുന്നത് എന്ന് ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് പൊതുജനങ്ങൾ. അവിടെ മറ്റൊരു ഫ്ലൈ ഓവറോ അതല്ലെങ്കിൽ അണ്ടർപാസോ പ്രായോഗികമല്ല എന്നുള്ളതാണ്. കാരണം നിലവിലൊരു ഫ്ലൈ ഓവർ അവിടെ മുകളിലൂടെ ക്രോസ് ചെയ്ത് പോകുന്നതും അതിനു മുകളിലായി മെട്രോ ലൈൻ പോകുന്നതുമൊക്കെ ഉള്ളതിനാൽ തന്നെ അവിടങ്ങളിൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ അതല്ലെങ്കിൽ മറ്റൊരു അണ്ടർപാസിൻ്റെയോ പ്രവൃത്തി പ്രയാസകരമാണ്. പിന്നീടുള്ളൊരു ഓപ്ഷൻ ഓവർപാസാണ്. അഥവാ ദേശീയപാത ഒരൽപ്പം താഴ്ത്തി കടന്നു പോകുന്ന ഒരു സാധ്യതയാണുള്ളത്. അത് നിലവിലുള്ള ഫ്ലൈ ഓവറിൻ്റെ തൂണുകളെയും അതിൻ്റെ ബലത്തെയുമൊക്കെ ഏതെല്ലാം രീതിയിൽ ബാധിക്കും എന്നതനുസരിച്ചിട്ടായിരിക്കും അവിടെ നിർമ്മാണമുണ്ടാവുക. ഏതായിരുന്നാലും അത് സംബന്ധമായിട്ട് ഒരു ഫൈനൽ രൂപരേഖയിൽ എത്തിയിട്ടില്ലാത്തതിനാൽ നമുക്ക് വ്യക്തമായി അവിടെ ഏത് രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് എന്ന് ഈ അവസരത്തിൽ പറയാൻ കഴിയുകയില്ല. ഏതായാലും ഈ ചെറിയ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുന്ന ആളുകൾ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങളൊക്കെ നിങ്ങളുടെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. നമ്മുടെ ചാനലിൻ്റെ കണ്ടൻറ്റ് മൊത്തത്തിലൊന്ന് പരിശോധിച്ചതിന് ശേഷം ഇഷ്ടപ്പെടുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റും ചാനലിനെ സജസ്റ്റ് ചെയ്യുക. എടപ്പള്ളി മുതൽ തെക്കോട്ടുള്ള വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ട്രിപ്പ് ഓഫ് കേരളയുടെ നന്ദി, നമസ്കാരം.